ഹലോ, ഇത് ഞാൻ കടമക്കുടിയിൽ ക്ലബ് റിവേക്ക ടീമിൻ്റെ കൂടെ കയാക്കിങ്ങിന് പോയൊരു എക്സ്പീരിയൻസാണ്. ഒന്നാം തരം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് കയാക്കിങ്ങിന് പോകുമ്പോഴത്തേക്കും ഒരുപാട് സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈവനിങ് കയാക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടൈമിംഗ് ലിമിറ്റ് ഉണ്ട്. കാരണം രാത്രി കയാക്കിങ് ഇറക്കണതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഈ മോർണിംഗ് കയാക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എക്സ്പീരിയൻസാണ്. അതേ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് പുള്ളി ഞണ്ട് പിടിക്കാൻ പോയൊരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. ഇത് 600 ഒരു കിലോ അല്ല, ഇതിന് ഒരെണ്ണത്തിന് എത്ര ഉണ്ടാവും ചേട്ടാ? ഇത് തൂക്കനുസരിച്ച് ഇത് അങ്ങണ്ട് കട്ട ഇത് അത് വരും. ഇതിനാ പൊന്നുണ്ടാവുള്ളൂ. ഇത് ഈ മോണിക്കിടക്ക് ഇത് രണ്ടും പുറത്തോട്ട് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ്ക്ക് അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ചേട്ടൻ പോയി ഈ അയർലൻഡിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ഞാൻ നാട്ടിൽ പോരുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷം കിട്ടണം കുറച്ച് കാര്യങ്ങളാണ് ഈ കയാക്കിങ്ങൊക്കെ. ഇതേ വ്യൂ ഒക്കെ കണ്ട് നമ്മുടെ നാട്ടിൽ ഈ മൊമെൻ്റൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കയാക്കിങ്ങിനൊക്കെ പോയി റിലാക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടത്തില്ല. നാട്ടിൽ പോകാൻ കൊതിയാകുന്ന മെയിൻ കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ ഈ കയാക്കിങ്. ഞാൻ എപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴൊക്കെ കയാക്കിങ്ങിന് പോകാറുണ്ട്. ഈ കയാക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഗോപിച്ചേട്ടൻ ചായക്കടയിൽ കയറി ചായയും മുട്ടയും പുട്ടും പപ്പടമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്.